എനിക്ക് ആപ്പിൾ വാച്ചിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ അടുത്ത് 2500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം ആപ്പിൾ വാച്ചിനെ കൂട്ടിരിക്കുന്ന എന്നാൽ നല്ല ഒരു സ്മാർട്ട് വാച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ നോയ്സിൻ്റെ കളർഫിറ്റ് ക്യൂബ്. അപ്പോൾ ഏകദേശം രൂപസാദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് സിമിലറായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വാച്ച് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കളർഫിറ്റ് ക്യൂബിൻ്റെ ബോക്സ്. അപ്പോൾ ഇവിടെ കളർഫിറ്റ് ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസൈൻ ഇൻ ഇന്ത്യ എന്ന് കാണാം, ലെഫ്റ്റ് സൈഡിൽ ലിസൺ ടു നോയ്സ് വിത്തിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. 1.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്, മൾട്ടി സ്പോർട്സ് മോഡ്സ്, 7-day ബാറ്ററി, സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, IP68 ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാച്ച് പെയർ ചെയ്യാനായിട്ടുള്ള ആപ്പാണ് ഈ ഒരു നോയ്സ് ട്രാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു QR കോഡ് അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് എന്ന് വെയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഇതാ ബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ അകത്ത് നോയ്സിൻ്റെ വാറൻറ്റി കാർഡും യൂസർ മാനുവലും ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജറും നമ്മുടെ വാച്ചുമാണുള്ളത്. സോ വാച്ച് ഫസ്റ്റ് ഇംപ്രഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. നിങ്ങൾ ആപ്പിൾ വാച്ച് സീരീസ് 3 വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ കളറൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ഈവൻ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്തില്ലേ ടോട്ടൽ ഹൈറ്റും ഏകദേശം സെയിം ആണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്. ഇതിൻ്റെ സ്ട്രാപ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്സ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ ക്രൗൺ പോലെ കാണുന്നുണ്ട്. ആക്ച്വലി ഇത് ഡിജിറ്റൽ ക്രൗൺ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബട്ടണാണ്. സ്ക്രീൻ ഓണാക്കാനും ഓഫാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് 5.0 വെർഷനാണ്. പിന്നെ 180 mAh ബാറ്ററി ഉണ്ട്. അതേപോലെ IP68 വാട്ടർ പ്രൂഫിംഗ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാർജർ കണക്ട് ചെയ്യാനായിട്ടുള്ള 2 പിന്നുകളുമാണ് കാണുന്നത്. ഏറ്റവും ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആക്ച്വലി 1.4 ഇഞ്ചിൻ്റെ 240x240 പിക്സൽസ് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ നമ്മൾ ടോട്ടൽ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ബോഡിയേക്കാളും കുറച്ചുകൂടി ചെറിയ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡി ഫുള്ളും ഡിസ്പ്ലേ അല്ല കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മുകളിലത്തെ ബെസൽസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. താഴെ കുറച്ച് ബെസൽ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ സ്ക്രീൻ വരുന്നത്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കാര്യം നോക്കുവാണെങ്കിൽ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രൈറ്റ്നസ്സിന് കുഴപ്പമൊന്നുമില്ല. കാരണം 4 ബ്രൈറ്റ്നസ് മോഡുകൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ബ്രൈറ്റ്നസ് ഇടുവാണെങ്കിൽ ഔട്ട്ഡോർ കണ്ടീഷൻസിൽ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അതേപോലെ കളേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പിക്സലേറ്റഡ് ഒന്നുമല്ല. നമ്മളിപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇതിൽ പിക്സൽസ് കാണുന്നില്ല. അത്ര നല്ല രീതിയിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ ചെറുതായിട്ട് പിക്സൽസ് കാണുള്ളൂ. സോ പിക്സൽ ഡെൻസിറ്റിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് പോയിൻ്റ് ഡിസ്പ്ലേ നല്ലതാണ്. സൈഡിൽ വേക്ക് ചെയ്യാനായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്ലേ ടേൺ ഓൺ ആവും. അപ്പോൾ ഇതിനെ ക്വിക്ക് വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആപ്ലിക്കേഷനിൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവുന്ന ഫീച്ചർ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ടച്ച് റെസ്പോൺസ്, ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ടച്ച് റെസ്പോൺസ് നോക്കുവാണെങ്കിൽ സാധാരണ ഞാൻ യൂസ് ചെയ്ത സ്മാർട്ട് വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ടച്ച് വർക്ക് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ വിരൽ പൊക്കുന്ന സമയത്താണ് ഇതിനകത്ത് ആനിമേഷൻ വരുന്നത്. നോർമലി നമ്മളിങ്ങനെ സ്വൈപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ആനിമേഷൻസ് മിക്കതിലും വരാറ്. അതുകൊണ്ട് തന്നെ കുറച്ച് ജാറിങ് എഫക്റ്റുകൾ കാണാറുണ്ട്. അതായത് പൊതുവേ പ്രൈസ് കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റട്ടറിങ് കാണുന്നില്ലേ, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ സ്വൈപ്പ് കഴിഞ്ഞിട്ടാണ് ആനിമേഷൻ വരുന്നത്. സ്വൈപ്പ് ചെയ്ത് വിരൽ എടുക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് ആനിമേഷൻ വരുന്നത്. ഇനിഷ്യലി ഇത് യൂസ് ചെയ്യാനായിട്ട് നോയ്സ് ഫിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് പെയർ ചെയ്യണം. പെയറിംഗ് പ്രോസസ് വളരെ സിമ്പിളാണ്. സോ വൺസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിലാണ് വന്നെത്തുന്നത്. ഈ സ്ക്രീനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്സ് ഉണ്ട്, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് ഉണ്ട്, പിന്നെ സ്പോർട്സ് മോഡ്സ്. ആക്ച്വലി 7 സ്പോർട്സ് മോഡ്സാണ് ഇതിലുള്ളത്. റണ്ണിങ്, വാക്കിംഗ്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, ക്ലൈംബിംഗ്, ത്രെഡ്മിൽ, സ്പിന്നിങ്, യോഗ. അപ്പോൾ ഇത്രയും സ്പോർട്സ് മോഡ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 24/7 ഹാർട്ട് റേറ്റിൽ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാച്ചിനകത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രാഫും കാണാനായിട്ട് പറ്റും മോണിറ്റർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് മെസ്സേജസ്, ആക്ച്വലി നോട്ടിഫിക്കേഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ടും മെസ്സേജസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് SMS മാത്രമായിട്ട് ഇതിനകത്ത് കാണാനുള്ളൊരു ഫീച്ചറുണ്ട്. പക്ഷേ ഈ SMS അല്ലെങ്കിൽ മെസ്സേജസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ടേൺ ചെയ്തിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിൽ വെതർ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വെതർ ഡെമോൺസ്ട്രേഷൻ നല്ലതാണ്. ഒരു ആനിമേറ്റഡ് ഫീലിംഗ് വെതറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെതറും പിന്നെ അടുത്ത ഒരു 3-4 ദിവസത്തെ വെതറും കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ഷട്ടർ ബട്ടൺ കൺട്രോൾ ചെയ്യാനും ഒരു റിമോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മ്യൂസിക് കൺട്രോൾസ് ഉണ്ട്, നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ, പോസ് ചെയ്യാൻ, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്കൊക്കെ പോകാനായിട്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാറം അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസും. പിന്നെ ഫോൺ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ
ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഫോണിനെ വാച്ചിൽ നിന്നും റിങ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. പിന്നെ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ബേസിക്കലി ഇത് കണക്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ QR കോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് സെറ്റിങ്സ് ആണ്. അപ്പോൾ സെറ്റിങ്സിനകത്ത് ഇതിൻ്റെ വാച്ച് ഫേസുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് 3-4 വാച്ച് ഫേസ് ബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറേയധികം വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ഫോട്ടോസും നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ വഴി ഇൻസ്റ്റാൾ ചെയ്ത് വാച്ച് ഫേസ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. പിന്നുള്ളത് ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഇതിൽ 3 ലെവൽ ബ്രൈറ്റ്നസ് ആണ്. സോറി, ഞാൻ ആദ്യം 4 എന്ന് പറഞ്ഞു പോയി. 3 ലെവൽ ബ്രൈറ്റ്നസ്സുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ലോ, മീഡിയം, ഹൈയും പിന്നെ എബൌട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ ഇൻ്റർഫേസ് വഴി കിട്ടുന്നത്. ഇനി നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ കോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമുക്ക് ഇതിനകത്ത് നിന്ന് കോൾ റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാനോ മാത്രമേ പറ്റുള്ളൂ. എടുത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് കോൾ ആരാ വിളിക്കുന്നതെന്ന് കാണാനും റിജക്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ SMS-കളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ആരാണ് അയച്ചത്. SMS മാത്രമല്ല, ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഇത് കാണാനായിട്ട് പറ്റും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇത് പെയർ ചെയ്യാനായിട്ട് നോയ്സ് ഫിറ്റിൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതാണ് നോയ്സ് ഫിറ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നിങ്ങൾ എത്ര സ്റ്റെപ്പാണ് നടന്നത്, നിങ്ങളുടെ സ്ലീപ്പ് ട്രാക്കിംഗ്, അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ ഗ്രാഫ്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കൗട്ട് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതേപോലെ വാച്ച് ഫേസുകൾ ഞാൻ പറഞ്ഞ പോലെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനായിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് വാച്ചിലേക്ക് വരണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അലാറം വെക്കാനും അതേപോലെ റിമോട്ട് ഷട്ടർ നമ്മൾ കണ്ടല്ലോ ക്യാമറയുടെ ആ ഒരു ഓപ്ഷനും. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ ഓൺ ആവണമോ, പിന്നെ ഏത് ഫോർമാറ്റിലാണ് ടൈം കാണിക്കേണ്ടത്, ഡു നോട്ട് ഡിസ്റ്റർബ്, ഫോൺ വെച്ച് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണും ഓഫും ആക്കാനും, പിന്നെ വെതർ, ഏത് സ്ഥലത്തുള്ള വെതർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ഉണ്ട് കാണാനായിട്ട് ജസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാണാം. അപ്പോൾ ബാറ്ററി ലൈഫ് നിങ്ങൾ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5-7 ദിവസം, മാക്സിമം 7 ദിവസം വരെയും കിട്ടും. മറ്റ് 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുമുണ്ട്. ഇനി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് വരാം. അപ്പോൾ പ്രോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നല്ലതാണ്. ഈവൻ ദോ വേറൊരു വാച്ചിനെ കോപ്പി ആയിട്ട് തോന്നുമെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം ഈ പ്രൈസ് പോയിന്റിൽ നല്ലതാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ഒരു ബിഗിനർ സ്മാർട്ട് വാച്ച് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഷട്ടർ, മ്യൂസിക്, അതേപോലത്തെ എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഓവറോൾ പ്രോസ് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് ഇപ്പോൾ ഇമോജീസ് ഒക്കെ അയക്കുന്ന സമയത്ത് ഇമോജി അല്ല, ചൈനീസ് ഭാഷയിൽ എന്തോ ആണ് ആ ഒരു ഇമോജിയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ഇമോജീസ് നമുക്കിതിൽ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാച്ച് ഫേസ് ഇതിൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായില്ല. പക്ഷേ ഇത് ചെറിയ രീതിയിലൊന്ന് മിസ്ലീഡിംഗ് ആണ്. കാരണം ഇത് നോക്കിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും ടോട്ടൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണെന്ന്. അപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അല്ല, ചെറിയ രീതിയിൽ ബെസൽസ് 2 സൈഡിലും മുകളിലും അതേപോലെ വലിയൊരു ബെസൽ താഴെയുണ്ട്. ഇനി അടുത്ത ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ബാറ്ററി ബാക്കപ്പ് എക്സലൻ്റ് ആണ്. 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ചാർജ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു മാഗ്നറ്റിക് ചാർജറിൽ അത് നോർമലി നമ്മൾ മെറ്റൽസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അല്ല, ചെറിയ രീതിയിലൊക്കെ നമ്മളൊന്ന് അനക്കി കഴിഞ്ഞാൽ അത് വിട്ട് പോരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ കംപ്ലൈൻ്റ് അല്ല, കുറച്ച് എന്താ പറയുക, നിങ്ങൾ സൂക്ഷിച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചാർജ് കയറാത്ത അവസ്ഥയിൽ വരാതിരിക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് വീക്കാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കിയിട്ട് കണക്ട് ചെയ്യണമെന്ന് മാത്രം. എന്തായാലും 2499 രൂപയ്ക്ക് എക്സ്ക്ലൂസീവായിട്ട് ഫ്ലിപ്കാർട്ടിലും അതേപോലെ ഗോനോയ്സിൻ്റെ വെബ്സൈറ്റിലുമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.